ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. കർത്താവ് എനിക്കൊരു പേര് തരുന്നുണ്ട്. പേര് വസന്തകുമാരി എന്നാണ്. സ്ഥലപ്പേര് തരുന്നത് വാഴമുട്ടം എന്നാണ്. ട്രിവാൻഡ്രം. അപ്പോൾ തമ്പുരാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നട്ടലിന് പൊട്ടൽ സംഭവിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ, അതായത് കിടക്കയിൽ തന്നെ കിടക്കുന്ന, എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്. പൊട്ടൽ സംഭവിച്ചത് വീഴ്ചയിലോ ആക്സിഡൻറ്റിലോ അല്ല. എന്താണ് പറയുക, പൊട്ടലിന് ഈ എല്ലിന് തേയ്മാനം വന്നിട്ട് അത് ദ്രവിച്ച് പൊട്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അമ്മാമ്മയുടെ ഒരു അവസ്ഥ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ തമ്പുരാൻ പറയുന്നത് 67 വയസ്സ് പ്രായമുള്ള ഒരു അമ്മാമ്മയാണ് കാണിക്കുന്നത്. അപ്പം കർത്താവ് പറയുന്നു, നിങ്ങളുടെ നട്ടലിലെ തേയ്മാനത്തെ എടുത്തു മാറ്റി പൂർണ്ണ വിടുതൽ നൽകി, സൗഖ്യം നൽകി, ആരോഗ്യമുള്ള ഒരു വ്യക്തിയാക്കി ദീർഘായുസ്സിലേക്ക് കടത്തി എന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തി വരുത്തുമെന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോഴോ, പ്രശ്നങ്ങൾ വരുമ്പോഴോ, പ്രതിസന്ധികൾ വരുമ്പോഴും, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും, എന്നെ ആര് സുഖമാക്കും എന്ന് പറഞ്ഞ് എന്താണ് പറയുക, കാലം കഴിക്കാതെ വൈദ്യന്മാരുടെ അടുക്കലും ഡോക്ടേഴ്സിൻ്റെ അടുക്കലും പോയിട്ടും എന്താണ് പറയുക, ഫലം കിട്ടാതെ ആരെങ്കിലും ഈ ലോകത്ത്, രോഗികളായിട്ടുള്ള ആരെങ്കിലും ഈ ലോകത്ത് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിങ്ങളുടെ രോഗത്തിന്മേലും നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് മേലും പ്രതിസന്ധികൾക്ക് മേലും ഒരു വിടുതൽ നൽകും. ആമേൻ. ഉള്ള കാലം മുഴുവനും ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾ ജീവിക്കാതെ, ഉള്ള കാലം മുഴുവനും ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾ കരഞ്ഞ് ജീവിക്കാതെ, ദുഃഖിച്ച് ജീവിക്കാതെ, നിങ്ങൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്ക് മേലും കർത്താവ് പരിഹാരം കണ്ടെത്തും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മരുന്നില്ലാത്ത രോഗങ്ങളാണെങ്കിൽ പോലും, ഡോക്ടേഴ്സ് തള്ളിയതാണെങ്കിലും, വൈദ്യന്മാർ കൈയൊഴിഞ്ഞ രോഗമുള്ളവരാണെങ്കിലും ശരി, ഇന്നേ വരെ ഈ നിമിഷം വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗമാണെങ്കിലും ശരി, ഇനി പുതിയതായി വന്ന രോഗമായിക്കോട്ടെ, എന്ത് രോഗമാണെന്ന് പോലും കണ്ടുപിടിക്കാത്ത രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ രോഗത്തിന്മേൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾമേൽ വിടുതൽ തരും. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.